ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. കെട്ടിട നികുതി നിർണയത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാർ ഉത്തരവുകൾ പാലിക്കണമെന്ന് ബിൽഡിംഗ് ഓണേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരള സംസ്ഥാന കമ്മിറ്റി മലപ്പുറത്ത് പറഞ്ഞു. ഇല്യാസ് വടക്കൻ, മുഹമ്മദ് കുട്ടി കൈനിക്കര തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കെട്ടിടങ്ങളുടെ നികുതി നിർണയ വിഷയത്തിൽ സർക്കാർ ഇറക്കിയിട്ടുള്ള ഉത്തരവുകളെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പാലിക്കണം. കേസ്മാറ്റിന്റെ പേരിൽ പല കെട്ടിട നികുതി ആനുകൂല്യങ്ങളും കെട്ടിട ഉടമകൾക്ക് നഷ്ടപ്പെട്ട അവസ്ഥയാണ് നിലവിലുള്ളത്. സംസ്ഥാനത്തെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്ക്വയർ മീറ്ററിന് 120 രൂപയും അതിൽ കൂടുതലും ഈടാക്കി കെട്ടിട ഉടമകളെ പീഡിപ്പിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഒരുക്കുമെന്നും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അത് 2016 കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മൊത്തത്തിൽ കെട്ടിടങ്ങൾ അളന്ന്, അത് കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങളും വീടുകളൊക്കെ തന്നെ അളന്ന് നികുതി നിർണ്ണയിക്കുന്ന സമ്പ്രദായത്തിലൂടെ അങ്ങനെ നിയമം നടപ്പിലാക്കിയ സമയത്ത് അന്ന് ആ നിയമം കൊണ്ടുവന്നപ്പോ അതിൽ ഒരുപാട് അപാകതകൾ ആ നിയമത്തിലുണ്ടായിരുന്നു. അത് കാരണത്താൽ ഒരുപാട് പ്രയാസങ്ങൾ അന്ന് കെട്ടിട ഉടമകൾ അനുഭവിച്ച സമയത്ത് ഞങ്ങളുടെ സംഘടന അന്ന് 2 പ്രാവശ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു. അതിനുള്ള പല അപാകതകൾ ചൂണ്ടിക്കാണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഇടതുപക്ഷ ഗവൺമെന്റ് ആയിരുന്നു അന്ന് കേരളം ഭരിച്ചിരുന്നത്. അന്നത്തെ ഗവൺമെന്റ് ഞങ്ങൾ ചർച്ചയ്ക്ക് ക്ഷണിച്ച് അതിലൂടെ ഞങ്ങളെ കുറെ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഗവൺമെന്റ് അതിൽ ഞങ്ങളുമായി ചർച്ചകൾ നടത്തിയിട്ട് കുറെ നിയമങ്ങളിലൊക്കെ ഒരുപാട് ഒരു പരിധി വരെ കുറെ നിയമങ്ങളൊക്കെ മാറ്റങ്ങൾ വരുത്തി. അതിനുശേഷം വന്ന UDF ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ആ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ അന്ന് പാലിക്കപ്പെടാത്ത പല നിയമങ്ങളിലുള്ള ഭാഗത്തിൽ നിന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞങ്ങളുമായി ചർച്ച നടത്തിയിട്ട് അതിനൊക്കെ ഒരു പരിധി വരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാർ അന്ന് ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചു. അന്ന് അദ്ദേഹത്തിന്റെ മുമ്പ് ഞങ്ങൾ ഓരോ പ്രദേശങ്ങൾ പഴയ കെട്ടിടങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് 2013 മുമ്പ് പണിതിട്ടുള്ള കെട്ടിടങ്ങളിലൊക്കെ നികുതി അളവിന്റെ അടിസ്ഥാനത്തിൽ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ പോലും അന്ന് നിലവിലുള്ള നികുതിയേക്കാൾ യാതൊരു കാരണവശാലും 100% കൂടുതൽ വർദ്ധിപ്പിക്കാൻ പാടില്ല എന്നൊരു ആനുകൂല്യം ഏറ്റവും വലിയ ഒരു കെട്ടിടങ്ങളെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമായിട്ടുള്ള ഒരു നിയമമായി. അത് അന്ന് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്താണ് ആ നിയമം സർക്കുലറായിട്ട് ഇറങ്ങിയത്. അത് അന്നൊക്കെ പാലിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഈ നിയമം വന്ന അന്ന് തൊട്ട് തന്നെ ഈ നിയമത്തിൽ തന്നെ പറയുന്നത് പഞ്ചായത്തുകളിൽ ഒരു സ്ക്വയർ മീറ്ററിന് 30 രൂപ മുതൽ 60 രൂപ വരെ, മുനിസിപ്പാലിറ്റികളിൽ 40 രൂപ മുതൽ 70 രൂപ വരെ, കോർപ്പറേഷനിൽ 60 രൂപ മുതൽ 90 രൂപ വരെ ഇങ്ങനെ നികുതി നിർണ്ണയിക്കാൻ പാടൂ എന്ന് നിയമത്തിൽ വളരെ കർശനമായി തന്നെ നിയമത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് ശരിക്കും സത്യത്തിൽ അന്നൊക്കെ അത് പാലിക്കപ്പെട്ടിരുന്നു. ഇന്ന് സത്യത്തിൽ എന്ത് സംഭവിക്കുന്നു? പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിന് ഒരുപാട് പ്രശ്നങ്ങൾ വേറെ. അതിന് പുറമെ പഴയ ഈ അടിസ്ഥാനത്തിൽ നികുതി നൽകുന്ന കെട്ടിടങ്ങൾക്ക് പോലും ഒരു കാരണവശാലും മുനിസിപ്പാലിറ്റിയിൽ 70 രൂപയിൽ കൂടുതൽ നികുതി വാങ്ങാൻ പാടില്ല. ഇനി 200 സ്ക്വയർ മീറ്ററിന്റെ മേലെ എന്നൊരു ക്ലോസ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കോടതിയിൽ പോയിട്ട് അതിന്റെ ബുദ്ധിമുട്ടോട് പറ്റി ചൂണ്ടിക്കാണിച്ചെടുത്തപ്പോൾ ആ ക്ലോസ് നീക്കം ചെയ്തിട്ട്, പക്ഷെ അതൊന്നും പാലിക്കപ്പെടാതെ ഇപ്പൊ ഒരു 1.5 വർഷത്തോളമായി ഈ കഴിഞ്ഞ നികുതി അടച്ച സമയത്തൊക്കെ തന്നെ കേസ്മാർട്ട് എന്നൊരു പുതിയ സോഫ്റ്റ്വെയർ മുനിസിപ്പാലിറ്റി തദ്ദേശ സ്വയംഭരണ പുതുതായിട്ട് തുടങ്ങിയതാണ് കേസ്മാർട്ട്. ഈ സോഫ്റ്റ്വെയറിന്റെ അടിസ്ഥാനത്തിൽ മുമ്പ് ഞങ്ങൾക്ക് കിട്ടിയിരുന്ന, ഞങ്ങൾ കോടതിയിലൂടെ മറ്റൊക്കെ നേടിയെടുത്ത, ചർച്ചയിലൂടെ നേടിയെടുത്തുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഇന്ന് സ്ക്വയർ മീറ്ററിന് പല പഞ്ചായത്തുകളിലും പല മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലൊക്കെ 120, 150 ഒക്കെ നികുതി ഈടാക്കിക്കൊണ്ടിരിക്കുക. ഇത് കുറിച്ചിട്ട് ഞങ്ങൾ ഒരുപാട് പരാതികൾ നൽകിയിട്ടും ഒന്നും യാതൊരു പരിഹാരം കാണാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനമൊക്കെ നടത്തി. ഇനി വീണ്ടും ഞങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാം. അതിനുശേഷം വീണ്ടും കോടതിയുടെ സമീപിക്കാനുള്ള നീക്കമാണ്. സംഘടനാ ഭാരവാഹികളായ ഇല്യാസ് വടക്കൻ, മുഹമ്മദ് കുട്ടി കൈനിക്കര, M ചേക്കുട്ടി, ഷഫീഖ് വടക്കൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. എന്റെ കയ്യിലാണ് വലിയ ബഡ്ജറ്റും ഇല്ല. നിനക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ? എനിക്ക് പരിചയമുണ്ട്. അയ്യോ സാർ, എനിക്ക് പരിചയമുണ്ടോ. ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ഹലോ, ആ കൺഫ്യൂഷൻ അങ്ങ് തീർന്നില്ലേ? പണി നടക്കട്ടെ. Jewelry that tells your story. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി.